അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിലെ വലിയ സ്ഥാനത്തുള്ള ബഹുമാനപ്പെട്ട അയ്യൂബ് സഖ്തിയാനി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ചരിത്രം പറയുമ്പോൾ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ടവരുടെ ഇബാദത്തിലെ വളരെ പ്രധാനമേറിയ ഒരു ഇബാദത്താണ് ബഹുമാനപ്പെട്ടവർ രാത്രി മുഴുവനായും ഇങ്ങനെ നിന്ന് നിസ്കരിക്കുകയാണ്. അത് വല്ലാത്ത രസമാണ്, വല്ലാത്ത സന്തോഷമാണ്. ആരും അറിയാതെ റബ്ബിന് വേണ്ടി മാത്രം ഞാൻ വലിയൊരു ഇബാദത്താണെന്ന് ആർക്കും അറിയില്ല. ആ രീതിയിൽ അള്ളാഹും ഞാനുമായിട്ടുള്ള ആ വലിയ ബന്ധം സ്ഥാപിക്കുകയാണ് ബഹുമാനപ്പെട്ടവർ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ധാരാളം നിസ്കരിക്കുകയാണ് രാത്രി സമയത്ത്. എന്നിട്ടോ ബഹുമാനപ്പെട്ടവരുടെ സ്വഭാവങ്ങളിലെ ഇത്രയെല്ലാം ഇബാദത്ത് ചെയ്തിട്ടും ഇതാർക്കും അറിയാതെ, ആരും അറിയാത്തതുപോലെയായിരുന്നു ബഹുമാനപ്പെട്ടവർ ചെയ്തിരുന്നത്. വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം, മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ടവരുടെ ഈ ചരിത്രം പറയുമ്പോൾ മഹാന്മാർ പറയുന്നത് കാണാം. ഫഇദാ കാന ഖുബൈല സുബ്ഹി റഫഅ സൗതഹു കഅന്നഹു ഇന്നമാ കാനത് തിൽക സഅ. ബഹുമാനപ്പെട്ടവരെ ഇങ്ങനെ രാത്രി മുഴുവനും നിസ്കരിക്കുകയാണ്. അങ്ങനെ സുബഹിൻ്റെ അല്പം മുമ്പ് ആ സമയം എത്തിയപ്പോൾ, ആ സമയത്ത് ഏകദേശം ആൾക്കാരൊക്കെ തഹജ്ജുദിന് എണീക്കുമല്ലോ. അങ്ങനെ എല്ലാവരും തഹജ്ജുദിന് എണീക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരും ആ സമയത്ത് എണീച്ചതുപോലെ ആൾക്കാരെ മുമ്പിൽ, അല്ലെങ്കിൽ തൻ്റെ വീട്ടുകാരെ മുമ്പിൽ ഇങ്ങനെ നടിക്കുകയാണ്. ഞാനും ഈ സമയത്തെ എണീച്ചിട്ടുള്ളൂ, ഞാനിപ്പോൾ എണീച്ചതാണ് എന്ന രീതിയിലാണ് എല്ലാവരും തോന്നിപ്പിക്കുക. അത് അല്ലാതെ ഞാൻ മുഴുവനും നിസ്കരിച്ചതുപോലെ രാത്രി മുഴുവനും ഞാൻ നിസ്കരിച്ചു, അത് രണ്ടാൾ അറിയിക്കട്ടെ, രണ്ടാൾ മനസ്സിലാക്കട്ടെ എന്ന രീതിയിലല്ല ബഹുമാനപ്പെട്ടവർ ഇബാദത്ത് ചെയ്തത്. ബഹുമാനപ്പെട്ടവർ എല്ലാവരും അതേ സുബഹിൻ്റെ അല്പം മുമ്പ് തഹജ്ജുദിന് എണീക്കുമല്ലോ, അങ്ങനെ ആ സമയത്തും ബഹുമാനപ്പെട്ടവർ എണീച്ചതുപോലെ ആൾക്കാരെ മുമ്പിൽ ബഹുമാനപ്പെട്ടവർ നടിക്കുകയാണ്. എന്തേ, ഞാൻ മുഴുവനായി രാത്രി നിസ്കരിച്ചത് ആരും അറിയാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അതേ മഹാന്മാരുടെ ജീവിതം. അവർക്ക് എത്ര നിസ്കരിച്ചാലും, എത്ര ഇബാദത്ത് ചെയ്താലും, എത്ര ഖുർആൻ ഓതിയാലും അവർക്ക് മതിയാവില്ല. അത് ഒരു നിലക്കും അവർക്ക് മടി തോന്നൂല. വല്ലാത്ത രസമാണ്, വല്ലാത്ത സന്തോഷമാണ്. എന്നും അവരിങ്ങനെ നിസ്കരിക്കാൻ, അവരെന്നും ഖുർആൻ ഓതുകയാണ്, അവരെന്നും ഇബാദത്തിലാണ്. പക്ഷേ ഈ ചെയ്യുന്ന ഇബാദത്തൊന്നും ആരും അറിയാൻ പാടില്ല. ഇതൊക്കെയും ഇതിൻ്റെ കൂലി 100% എനിക്ക് തിരിച്ചു കിട്ടണം, അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിൽ മാത്രമാകണം. ഇതിൽ എന്തെങ്കിലും ഒരു കലങ്കം വന്നുപോയാൽ റബ്ബിന് വക്കൽ നിന്ന് എനിക്ക് വേണ്ടതുപോലെ കൂലി കിട്ടിയില്ല. ആരെങ്കിലും അറിഞ്ഞുപോയാൽ, ആരെങ്കിലും അറിഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ കൽബിൽ എന്തെങ്കിലും ഒരു കിബിറിൻ്റെ ചിന്തയോ റിയാഇൻ്റെ ചിന്തയോ വന്നുപോയാൽ ഇത്രയെല്ലാം കഷ്ടപ്പെട്ടത് വെറുതെയായി പോകുമല്ലോ എന്നുള്ളവർ പേടിയാണ്. അതാണ് അവരുടെ ജീവിതം. നമ്മളാണെങ്കിലോ ഇതുവരെ പറയത്തക്ക ഒരു ഇബാദത്തും നമ്മളെ കയ്യിലില്ല. തഹജ്ജുദു അങ്ങനെയൊന്നും പറയാൻ നമ്മളെ ജീവിതത്തിലില്ല. മറ്റുള്ള സുന്നത്ത് നിസ്കാരങ്ങളില്ല, ഫർദ് നിസ്കാരങ്ങളില്ല. പക്ഷേ എവിടെയെങ്കിലും ചില ഇബാദത്തുകൾ ചെയ്തു പോയാൽ പിന്നെ നാം രണ്ടാളിലേക്ക് അറിയിക്കുകയാണ്. എവിടെയോ എപ്പോഴോ ഒരു തഹജ്ജുദ് നിസ്കരിച്ചാൽ അത് എങ്ങനെയെങ്കിലും രണ്ടാൾക്കാരെ അറിയിക്കണം. ഞാൻ ഇന്നലെ വളരെ പെട്ടെന്ന് സുബഹിക്ക് വേഗം എണീച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വർത്തമാനമൊക്കെ തൻ്റെ കൂട്ടുകാരെ മുമ്പിൽ, തൻ്റെ വീട്ടുകാരെ മുമ്പിൽ, നമ്മളുമായി ബന്ധപ്പെട്ടവരെ മുമ്പിൽ നാം അത് അറിയിക്കുകയാണ്, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഞാൻ വലിയൊരു ഇബാദത്തുകാരനാണെന്ന രീതിയിൽ ഒരിക്കലും ആയിപ്പോകരുത്. അങ്ങനെ ആയിപ്പോകരുത്. പറയും തക്ക ഒന്നും നമ്മളെ കയ്യിലില്ല, ഇനി ഉള്ളതുപോലും നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ആയിപ്പോകരുത്. ചെയ്യുന്നതൊക്കെ റബ്ബിന് വേണ്ടിയാകണം. പക്ഷേ അതാരും അറിയട്ടെ, അറിയാതിരിക്കട്ടെ, അതിന് വേണ്ടിയല്ല. ഇനി അറിഞ്ഞാൽ പ്രശ്നമുണ്ട് എന്നല്ല, പക്ഷേ അറിയിക്കാൻ വേണ്ടി ഒരിക്കലും നാം ആ ഒരു ഇബാദത്തും ചെയ്യുന്നവരാകരുത്. വെറുതെയാണ്. അങ്ങനെ ചെയ്തിട്ട് ഒരു പ്രതിഫലം കിട്ടൂല. അതിനേക്കാൾ ചെയ്യാതിരിക്കലാണ് നല്ലത്. വെറുതെ ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് നാളെ റബ്ബിന് മുമ്പിൽ നാം എത്തിയപ്പോൾ ഇതൊന്നും എനിക്ക് വേണ്ടി ചെയ്തതല്ല, ഇബാദത്തുകാരനാണെന്ന് ആൾക്കാർ പറയാൻ വേണ്ടി ചെയ്തതാണെന്ന് റബ്ബ് നമ്മളെ മുഖം നോക്കി പറഞ്ഞാൽ എത്ര ഖേദകരമായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ചെയ്യുന്ന അമൽ അത് ചെറുതാണെങ്കിലും പൂർണ്ണമായി ഇഖ്ലാസ്
അതിൽ വന്നു കിട്ടാൻ വേണ്ടി ശ്രമിക്കണം. അത് ചെറിയ വിഷയമൊന്നുമല്ല, അത്ര പെട്ടെന്ന് ഇഖ്ലാസ് ഒന്നും വന്ന് കിട്ടൂല. എങ്ങനെങ്കിലും ഇബ്ലീസ് നമ്മളെ ചതിക്കും, എങ്ങനെങ്കിലും രണ്ടാളിലേക്ക് അത് എത്തിക്കാൻ നോക്കും. പക്ഷേ വളരെ ഗൗരവത്തോടു കൂടെ, വളരെ നിർബന്ധത്തോടു കൂടെ ഇഖ്ലാസ് എല്ലാ ഇബാദത്തിൽ പൂർണ്ണമായി വരാൻ വേണ്ടി നാം വളരെ അധ്വാനിക്കേണ്ടതുണ്ട്, വളരെ ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ ശ്രമിച്ചാലേ അള്ളാഹുവിൻ്റെ പൊരുത്തം പൂർണ്ണമായി കിട്ടുകയുള്ളൂ. നോക്ക്, രാത്രി മുഴുവനായും ബഹുമാനപ്പെട്ടവർ നിസ്കരിച്ചിട്ട് പോലും ആർക്കും അറിയിക്കാതെ ഈ സമയം എല്ലാവരും തഹജ്ജുദിന് എണീക്കുന്ന സമയത്ത് തന്നെയാണ് ഞാനും എണീച്ചിട്ടുള്ളത് എന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ടവരുടെ ഇബാദത്ത്. അതാണ് നമുക്ക് മാതൃക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാവട്ടെ, റാഹത്താക്കി തരുമാറാവട്ടെ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.